അടുത്തതായി അമെൻമെൻറ്റ് വന്നിരിക്കുന്ന 4ാമത്തെ ചാപ്റ്ററിലാണ്, എക്സംഷൻസ്. എല്ലാവർക്കും അറിയാം എക്സംഷൻസ് ചാപ്റ്ററിൻ്റെ പ്രത്യേകത. അത് കൺസെപ്റ്റ് വൈസ് മനസ്സിലാക്കാനൊന്നുമില്ല, കൂടുതലും കാണാതെ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ്. കുറേ പോയിന്റുകളാണ്. നോട്ടിഫിക്കേഷൻ നമ്പർ 12/2017 ആണ് നമ്മൾ ഈ ചാപ്റ്റർ ആകെ മൊത്തം പഠിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറേ 100-100ഓളം പോയിന്റുകളുണ്ട്. എടുക്കുമ്പോൾ നമ്മൾ കുറേ പോയിന്റുകൾ വരുന്നുണ്ട്. അത്രയും സർവീസുകൾ എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന പോയിന്റ് വൈസ് ഓരോ പോയിന്റുകളായിട്ട് നമ്മളിങ്ങനെ പഠിച്ച് പോകേണ്ട ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓരോ തവണയും അമെൻമെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററും അത് തന്നെയാണ്. ഓരോ തവണയും പുതിയ സർവീസുകൾ എക്സംപ്റ്റഡ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ ചാപ്റ്ററിലേക്ക് നമുക്ക് അത്യാവശ്യം കുറച്ച് അമെൻമെൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് അമെൻമെൻ്റ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പുതുതായിട്ട് വന്നിട്ടുള്ള അമെൻമെൻറ്റുകൾ ഏതൊക്കെയാണ്? അതിലാദ്യമായിട്ട് പറയുന്നത് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ. ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ അതോറിറ്റി, യൂണിയൻ ടെറിട്ടറി, എന്ത് വേണമെങ്കിലും ആകാം. ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ, ഒട്ടുമുക്കാൽ വരുന്ന സേവനങ്ങളും എക്സംപ്റ്റഡ് ആണ്. വളരെ ചില സേവനങ്ങൾ മാത്രമേ ടാക്സബിൾ ആവാറുള്ളൂ. അതിൽ പ്രത്യേകം പറയുന്നൊരു കാര്യമുണ്ട്. ഗവൺമെൻറ് ഒരു കച്ചവടക്കാരന് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ, ഗവൺമെൻറ് ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ ടാക്സബിൾ ആയിരിക്കും, പ്രൊവൈഡഡ് ആ ബിസിനസ് എൻറ്റിറ്റിയുടെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ 20 lakh എക്സീഡ് ചെയ്തിരിക്കണം. ഈ പോയിന്റ് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് തന്നെയാണ്. ഗവൺമെൻറ് ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സേവനം ടാക്സബിൾ ആവും, പ്രൊവൈഡഡ് ആ ബിസിനസ് എൻറ്റിറ്റിയുടെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ 20 lakh മേളിലായി. എന്താണ് ആ 20 lakh? അങ്ങനെ 20 lakh എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഏവർക്കും അറിയാം. എന്താണ്? 20 lakh ആണ് ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ച് GST രജിസ്ട്രേഷൻ എടുക്കുവാനുള്ള ബേസ് ടേൺ ഓവർ ലിമിറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, അപ്പോൾ ആ കച്ചവടക്കാരൻ്റെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ 20 lakh എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്കൊല്ലം ഗവൺമെൻറ് ആ കച്ചവടക്കാരന് പ്രൊവൈഡ് ചെയ്യുന്ന സേവനം ടാക്സബിൾ ആയിരിക്കും. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ അവിടെ ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ അമെൻമെൻറ്റ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണം. അതായത് ആ കച്ചവടക്കാരൻ്റെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ 20 lakh താഴെ ആയിരുന്നുവെങ്കിൽ ഗവൺമെൻറ് ഇക്കൊല്ലം ആ കച്ചവടക്കാരന് പ്രൊവൈഡ് ചെയ്യുന്ന സേവനം എക്സംപ്റ്റഡ് ആയിരിക്കും. ഇത് ഓൾറെഡി നോട്ടിഫിക്കേഷൻ നമ്പർ 12/2017 പറഞ്ഞിട്ടുള്ളതാണ്. സബ്ജക്ട് ടു സർട്ടൻ എക്സെപ്ഷൻസ്, ഓക്കെ, ഇറ്റ് ഷാൽ ബി എക്സംപ്റ്റഡ്, അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അതൊരു അമെൻമെൻറ്റ് വന്നിരിക്കുകയാണ്. അമെൻമെൻറ്റ് വളരെ സിമ്പിളാണ്. ആ 20 lakh എന്ന ലിമിറ്റ് എടുത്ത് മാറ്റി. അത് മാറ്റുവാനൊരു കാരണമുണ്ട്. നമ്മൾ രജിസ്ട്രേഷൻ എന്നുള്ള ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇപ്പോൾ 20 lakh എന്നുള്ള ഒരു ഫിക്സഡ് ലിമിറ്റ് അല്ല രജിസ്ട്രേഷൻ ഉള്ളത്. ചില സംസ്ഥാനങ്ങളിൽ അത് 10 ലക്ഷം, ചില സംസ്ഥാനങ്ങളിൽ 20 ലക്ഷം, ചില സംസ്ഥാനങ്ങളിൽ ചില പ്രത്യേക പ്രോഡക്റ്റുകൾ മാത്രം സപ്ലൈ ചെയ്യുന്നവർക്ക് 40 lakhs, ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ എക്സംഷൻ നോട്ടിഫിക്കേഷൻ നമ്പർ 12/2017 ഈ പോയിന്റിൽ അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ആ പോയിന്റ് ഇത്രേ പറയുന്നുള്ളൂ. ഗവൺമെൻറ് ഒരു കച്ചവടക്കാരന് പ്രൊവൈഡ് ചെയ്യുന്ന സേവനം എക്സംപ്റ്റഡ് ആയിരിക്കും, പ്രൊവൈഡഡ് ആ കച്ചവടക്കാരൻ്റെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ GST രജിസ്ട്രേഷൻ എടുക്കുവാനുള്ള ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടില്ലെങ്കിൽ. അത് ആ കച്ചവടക്കാരൻ ഏത് സ്റ്റേറ്റിലാണോ, അവൻ ഡീൽ ചെയ്യുന്ന സപ്ലൈ ഏതാണോ എന്നതൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ പോയിന്റ് ഇങ്ങനെയാണ് മാറ്റിയത്. അപ്പോൾ ഇതിന് മുന്നേ വരെ പോയിന്റ് പറഞ്ഞിരുന്നത് ആ കച്ചവടക്കാരൻ്റെ ടേൺ ഓവർ 20 lakh താഴെയാണെങ്കിൽ ഗവൺമെൻറ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സേവനം എക്സംപ്റ്റഡ് ആണ് എന്നാണ്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന അമെൻമെൻറ്റ് എന്താണ് പറയുന്നത്? ആ കച്ചവടക്കാരൻ്റെ ടേൺ ഓവർ GST രജിസ്ട്രേഷൻ എടുക്കുവാനുള്ള ലിമിറ്റിന് താഴെയാണെങ്കിൽ എന്ന് മാറ്റി. 20 lakh എന്നുള്ളത് മാറ്റി GST രജിസ്ട്രേഷൻ എടുക്കുവാനുള്ള ലിമിറ്റ് എന്നാക്കി മാറ്റി. അതാണ് വന്നിരിക്കുന്ന അമെൻമെൻറ്റ്. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വന്നിരിക്കുന്ന ആദ്യത്തെ അമെൻമെൻറ്റ്. നോട്ടിഫിക്കേഷൻ നമ്പർ 12/2017 രണ്ടാമതായിട്ട് വന്നിരിക്കുന്ന അമെൻമെൻറ്റ് ഏതാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അത് അഡ്വക്കേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ലീഗൽ സർവീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അമെൻമെൻറ്റാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഒരു ആർബിട്രൽ ട്രൈബ്യൂണലോ ഒരു ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റോ ഫേം ഓഫ് അഡ്വക്കേറ്റ്സോ അല്ലെങ്കിൽ സീനിയർ അഡ്വക്കേറ്റ്സോ ബിസിനസ് എൻറ്റിറ്റികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സേവനം എക്സംപ്റ്റഡ് ആയിരിക്കും, കച്ചവടക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സേവനം എക്സംപ്റ്റഡ് ആയിരിക്കും, പ്രൊവൈഡഡ് ആ കച്ചവടക്കാരൻ്റെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ 20 lakh താഴെ ആയിരിക്കണം. നമ്മൾ തൊട്ട് മുന്നത്തെ പോയിന്റിൽ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ആർബിട്രൽ ട്രൈബ്യൂണലോ
ഒരു ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റോ, എ പാർട്ണർഷിപ്പ് ഫേം ഓഫ് അഡ്വക്കേറ്റോ, അല്ലെങ്കിൽ സീനിയർ അഡ്വക്കേറ്റോ ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ലീഗൽ സർവീസ് എക്സംപ്റ്റഡ് ആയിരിക്കും, പ്രൊവൈഡഡ് ആ ബിസിനസ് എൻറ്റിറ്റിയുടെ ലാസ്റ്റ് ഇയർ ടേൺ ഓവർ ഷാൽ നോട്ട് എക്സീഡ് 20 lakhs. ഇപ്പോൾ അതിലൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. എന്തായിരിക്കും അമെൻമെൻറ്റ്? തൊട്ട് മുന്നേ ഗവൺമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. ആ 20 lakh എന്ന് എഴുതിയിരിക്കുന്നതിലാണ് മാറ്റം വന്നിരിക്കുന്നത്. ആ ബിസിനസ് എൻറ്റിറ്റിയുടെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ GST രജിസ്ട്രേഷൻ എടുക്കുവാനുള്ള ടേൺ ഓവർ ലിമിറ്റിന് താഴെയാണെങ്കിൽ ഇക്കൊല്ലം ആർബിട്രൽ ട്രൈബ്യൂണലോ, ഇൻഡിവിജ്വൽ പാർട്ണറോ, ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റോ, പാർട്ണർഷിപ്പ് ഫേം ഓഫ് അഡ്വക്കേറ്റ്സോ, സീനിയർ അഡ്വക്കേറ്റോ പ്രൊവൈഡ് ചെയ്യുന്ന ലീഗൽ സർവീസസ് എക്സംപ്റ്റഡ് ആയിരിക്കും എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അമെൻമെൻറ്റ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട എത്രയേ ഉള്ളൂ, ആ ബിസിനസ് എൻറ്റിറ്റിയുടെ ടേൺ ഓവർ എത്ര, കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ ലിമിറ്റ് GST രജിസ്ട്രേഷൻ എടുക്കുവാനുള്ള ലിമിറ്റിന് താഴെയായിരുന്നു. അങ്ങനെയെങ്കിൽ ഇക്കൊല്ലം മേൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ലീഗൽ സർവീസ് എക്സംപ്റ്റഡ് ആയിരിക്കും. ഇതാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന അമെൻമെൻറ്റ്. എക്സംഷനിൽ പുതുതായിട്ട് 2 ക്ലോസ് വന്നിരിക്കുന്നത് ഫിഫ അണ്ടർ 17 വുമൻസ് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിലാണ് ഫിഫ അണ്ടർ 17 വിമൻസ് വേൾഡ് കപ്പ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. 2020 കണ്ടക്ട് ചെയ്യാനാണ് ആദ്യത്തിൽ 2020 നവംബർ മാസത്തിൽ കണ്ടക്ട് ചെയ്യാനാണ് ആദ്യം തീരുമാനിച്ചത്. പിന്നെ ഈ കോവിഡ് പാൻഡമിക് വന്ന സിറ്റുവേഷനിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് 2021 മാറ്റിയിട്ടുണ്ട്. ഇനി അത് 2021 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കണ്ടക്ട് ചെയ്യപ്പെടുമെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഫിഫ അണ്ടർ 17 വിമൻസ് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവീസസിൽ 2 പോയിൻ്റാണ് പുതിയതായിട്ട് അമെൻമെൻറ്റിൽ വന്നിട്ടുള്ളത്, എക്സംഷൻസിൽ വന്നിട്ടുള്ളത്. എന്താണെന്ന് നോക്കാം. ഫിഫ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫിഫയോ ഫിഫയുടെ സബ്സിഡറീസോ, ഫിഫയ്ക്ക് ധാരാളം സബ്സിഡറീസ് ഉണ്ട്. അപ്പോൾ ഫിഫയോ ഫിഫയുടെ സബ്സിഡറീസോ അണ്ടർ 17 വിമൻസ് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് എന്ത് സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ സർവീസുകളെല്ലാം തന്നെ എന്തായിരിക്കും, എക്സംപ്റ്റഡ് ആയിരിക്കും. ഇത് പുതുതായിട്ട് ആഡ് ചെയ്ത ക്ലോസ് ആണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന രണ്ടാമത്തെ എക്സംഷൻ പറയുന്നത്, നമുക്ക് ഓൾറെഡി 12/2017 പഠിക്കുമ്പോൾ നമുക്കറിയാം, ഈ റെക്കഗ്നൈസ്ഡ് സ്പോർട്ടിംഗ് ഈവൻറ്റുകൾ നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ അതിൻ്റെ ടിക്കറ്റ് പ്രൈസിൻ്റെ മേളിൽ GST ഇളവ് ഉണ്ടായിരിക്കും. പ്രൊവൈഡഡ് ടിക്കറ്റ് റേറ്റ് 500 rupeesന് താഴെ ആയിരിക്കണം. നമ്മൾ പഠിച്ചിട്ടുള്ള 500 രൂപ വരെ GST ഇല്ല, അതിന് മേളിൽ വന്നാൽ ടിക്കറ്റിൻ്റെ മേളിൽ GST ഉണ്ടായിരിക്കും, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഈ ഫിഫ അണ്ടർ 17 വിമൻസ് വേൾഡ് കപ്പിൻ്റെ ടിക്കറ്റിന് പൂർണ്ണമായും GST ഇളവുണ്ട്. അതായത് ആ ടിക്കറ്റ് പ്രൈസിന് മേളിൽ GST ഉണ്ടായിരിക്കത്തില്ല. സോ ദ റൈറ്റ് ടു അഡ്മിഷൻ ടു ദി സ്പോർട്ടിംഗ് ഇവൻറ്റ് ഷാൽ ബി ഫുള്ളി എക്സംപ്റ്റഡ്. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന രണ്ടാമത്തെ അമെൻമെൻറ്റ്. മറ്റൊരു അമെൻമെൻറ്റ് നമ്മുടെ ഹോട്ടൽ റൂമുകൾ ലെറ്റ് ഔട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഹോട്ടൽ, ഇൻ, ഗസ്റ്റ് ഹൗസ്, ക്യാമ്പ് സൈറ്റ് ഇങ്ങനെയുള്ളതൊക്കെ പ്രതിദിന വാടക 1000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ ആ റൂം റെൻറ്റിൻ്റെ മേളിൽ GST ഈടാക്കത്തില്ല. പ്രതിദിന വാടക പെർ ഡേ റെൻറ്റ് എത്ര രൂപയ്ക്ക് താഴെ ആയിരിക്കണം? 1000 രൂപയ്ക്ക് താഴെ ആയിരിക്കണം. ആ പോയിന്റിൽ ഇപ്പോൾ ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. 1000 രൂപയ്ക്ക് താഴെ എന്നുള്ളത് ചേഞ്ച് ചെയ്തു. 1000 അതിന് 1000 രൂപ വരെ അതെന്തായി, എക്സംപ്റ്റഡ് ആയി. 1000 രൂപയ്ക്ക് മേളിലേക്ക് പോയാൽ മാത്രമേ ഇനി അതെന്താവത്തുള്ളൂ, എക്സംപ്റ്റഡ് ആവത്തുള്ളൂ, ടാക്സബിൾ ആവത്തുള്ളൂ. ആ പോയിന്റ് ഇങ്ങനെയാണ്. നേരത്തെ 1000 രൂപ മുതൽ അത് ടാക്സബിൾ ആയിരുന്നു, ഇപ്പോൾ അത് മാറ്റി 1000 രൂപ വരെ എക്സംപ്റ്റഡ് ആണ്. 1000 രൂപയ്ക്ക് മേളിലേക്ക് പോയാൽ എന്താവും, ടാക്സബിൾ ആവും. അതാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന അമെൻമെൻറ്റ്. 12/2017 നമ്മൾ പഠിക്കുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു എക്സംഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനോ, ഇപ്പോൾ കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനുണ്ട്. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ പാർട്ടിസിപ്പേഷനുള്ള, ഓണർഷിപ്പിലുള്ള ഏതൊരു എൻറ്റിറ്റിയോ ആയിക്കൊള്ളട്ടെ, പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ആ ഓണർഷിപ്പ് എന്ന് പറയുന്നത് 50% ഓർ മോർ ആയിരിക്കണം. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ 50%-ലധികം പാർട്ടിസിപ്പേഷനുള്ള ഏതൊരു എൻറ്റിറ്റിയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനോ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതായത് വ്യവസായശാലകളുടെ വികസനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വ്യവസായശാലകൾ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ പ്ലോട്ട് ലോങ് ടേമിൽ ലീസ് ഔട്ട് ചെയ്താൽ, ലോങ് ടേം എന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് 30 വർഷത്തേക്കെങ്കിലും 30 years or more,
അങ്ങനെ ലീസ് ഔട്ട് ചെയ്താൽ ആ ലീസിംഗ് ആക്ടിവിറ്റി എക്സംപ്റ്റഡ് ആണ് എന്ന് നമ്മൾ 12/2017 പഠിച്ചിട്ടുണ്ട്. ഒന്നുകൂടി പറയാം. സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ മിനിമം 50% പാർട്ടിസിപ്പേഷനുള്ള ഏതൊരു എൻറ്റിറ്റിയോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, ഇൻഡസ്ട്രീസിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ പ്ലോട്ട് ലീസ് ഔട്ട് ചെയ്താൽ ആ ആക്ടിവിറ്റി ഒരു എക്സംപ്റ്റഡ് സർവീസ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിലൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ചെറിയൊരു അമെൻമെൻറ്റാണ്. പോയിന്റ് മാറ്റം വന്നിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലുള്ള എൻറ്റിറ്റി എന്ന് പറയുന്നതിലാണ് ആ ഒരു മാറ്റം വന്നിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ മിനിമം 50% ആയിരിക്കണം. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന അമെൻമെൻറ്റ് ആ 50% എന്നുള്ളത് ചുരുക്കി 20% ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ 20% അതിലധികമോ ഓണർഷിപ്പുള്ള ഒരു സ്ഥാപനം ഇത്തരത്തിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ പ്ലോട്ട് ലീസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തി ഒരു എക്സംപ്റ്റഡ് സർവീസ് ആയിരിക്കും. ഒരു സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്ങിന് 12 അതിലധികമോ ആൾക്കാരെ കയറ്റാൻ പറ്റുന്ന ഒരു വാഹനം ലീസ് ഔട്ട് ചെയ്താൽ അല്ലെങ്കിൽ ഹയർ ചെയ്താൽ ആ ആക്ടിവിറ്റി എക്സംപ്റ്റഡ് ആണ് എന്ന് നമ്മൾ 12/2017 പഠിച്ചിട്ടുണ്ട്. ആ പോയിന്റിലേക്ക്, ആ ക്ലോസിലേക്ക് ഇപ്പോൾ ഒരു പുതിയ അമെൻമെൻറ്റ് കൂടി വന്നിട്ടുണ്ട്. ഒരു അഡീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അഡീഷനാണ്, അമെൻമെൻ്റ് അല്ല. അപ്പോൾ ആ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്ങിന് നിലവിൽ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള വാഹനം ഹയർ ചെയ്യുന്നത് ഇപ്പോഴും എക്സംപ്റ്റഡ് ആയിട്ടുള്ള സർവീസ് തന്നെയാണ്. അതിലേക്ക് പുതിയൊരു കാര്യം കൂടി വന്നിട്ടുണ്ട്. ആ പോയിന്റ് ഇങ്ങനെയാണ്: ഒരു ലോക്കൽ അതോറിറ്റിക്ക്, ഒരു ഗ്രാമപഞ്ചായത്തിനോ മുനിസിപ്പാലിറ്റിക്കോ മുനിസിപ്പൽ കോർപ്പറേഷനോ EOV, ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ, അപ്പോൾ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. പതിയെ നമ്മുടെ നിരത്തുകളിൽ നിന്ന് ഡീസൽ വാഹനങ്ങൾ ആദ്യഘട്ടമായിട്ട് ഒഴിവാക്കുന്നു, പതിയെ പെട്രോൾ വാഹനങ്ങൾ ഒഴിവാക്കുന്നു. ഭാവി എന്ന് പറഞ്ഞാൽ ഇനി ഇലക്ട്രിക്കൽ വാഹനങ്ങളായിരിക്കും എന്ന് പറയപ്പെടുന്നു. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പോയിന്റ് ഇത്രയേ ഉള്ളൂ: ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ ഇൻറ്റൻഡഡ് ടു ക്യാരി പാസഞ്ചേഴ്സ് വിത്ത് മോർ ദാൻ 12 പാസഞ്ചേഴ്സ്. ഓക്കെ, 12 അതിലധികം ആൾക്കാരെ കയറ്റാൻ പറ്റുന്ന ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ ഒരു ലോക്കൽ അതോറിറ്റിക്ക് ലീസ് ഔട്ട് ചെയ്താൽ ആ പ്രവൃത്തി ഇനി മുതൽ എക്സംപ്റ്റഡ് ആയിരിക്കും. അതാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന അമെൻമെൻറ്റ്. 12/2017 വന്നിരിക്കുന്ന മറ്റൊരു അമെൻമെൻറ്റ് സ്റ്റോറേജ് ഓർ വെയർഹൗസിംഗ് സർവീസിലാണ്. സ്റ്റോറേജ് ഓർ വെയർഹൗസിംഗ് സർവീസ് ഓഫ് വേരിയസ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അൺമാനുഫാക്ചർഡ് ടൊബാക്കോ, ബീറ്റിൽ നട്ട്സ്, ഇങ്ങനെയുള്ള ചില സെറിയൽസ്, പൾസസ്, ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ സ്റ്റോറേജ് ചെയ്യുകയാണ് അല്ലെങ്കിൽ വെയർഹൗസ് ചെയ്യുകയാണ്. ഇത്തരം സർവീസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ അത്തരം സേവനങ്ങൾ ഇനി മുതൽ എക്സംപ്റ്റഡ് ആയിരിക്കും. അതാണ് ഈ പോയിന്റ് പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നതാണ് 12/2017. ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് സർവീസുമായി ബന്ധപ്പെട്ട് എക്സംഷൻസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആർമി, നേവി, എയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ലൈഫ് ഇൻഷുറൻസ് ഫണ്ടുണ്ട്. ആ ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് അതിലെ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ എക്സംപ്റ്റഡ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പോയിന്റിലേക്ക് ആർമി, നേവി, എയർഫോഴ്സ്, അതുപോലെ കോസ്റ്റ് ഗാർഡ്, അതിലേക്ക് പുതിയൊരു പോയിന്റ് കൂടി ആഡ് ചെയ്ത് ചേർത്തു. സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ഫണ്ട് ഉണ്ട്. ആ ഫണ്ട് ഇൻഷുറൻസ് ഫണ്ടാണ്. ആ ഇൻഷുറൻസ് ഫണ്ട് അതിലെ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ ഇനി മുതൽ എക്സംപ്റ്റഡ് ആയിരിക്കും. അതാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന അമെൻമെൻറ്റ്. അപ്പോൾ നമ്മൾ ആ 4 പോയിന്റിൻ്റെ കൂടി സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ഇൻഷുറൻസ് ഫണ്ട് എന്ന് കൂടി പുതുതായിട്ട് ചേർത്താൽ മതി. ആ പോയിന്റ് അതോടുകൂടി കംപ്ലീറ്റ് ആവാം. ജനറൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടും പുതിയൊരു എക്സംഷൻ വന്നിട്ടുണ്ട്. അതൊരു പുതിയൊരു സ്കീമാണ്. ബംഗ്ലാ സസ്യക്ഷാമ സ്കീം എന്ന് പറയുന്ന ഒരു പുതിയ സ്കീമാണ്, ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. അപ്പോൾ ആ ഒരു പദ്ധതിയുടെ പേര് കൂടി നമ്മളൊന്ന് പഠിച്ചിരുന്നാൽ മതി. ആ പദ്ധതി പ്രകാരം പ്രൊവൈഡ് ചെയ്യുന്ന ജനറൽ ഇൻഷുറൻസ് സ്കീമും ഇനി മുതൽ എക്സംപ്റ്റഡ് ആയിരിക്കും.